നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അൽ ഹിലാലിൽ നെയ്മർ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനലിലേക്ക് അൽ ഹിലാൽ എത്തി നിൽക്കുമ്പോൾ ആരാധകർ ഒരല്പം സങ്കടത്തോടു കൂടി ഓർക്കുന്ന ഒരു കാര്യമാണ്, നെയ്മർ അൽ ഹിലാലിലേക്ക് എത്തിയിട്ട് അവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റാതെ അദ്ദേഹം പരിക്കും മറ്റു പ്രശ്നങ്ങളുമൊക്കെ ആയിട്ട് വീണുപോയി. കഴിഞ്ഞ ജനുവരിയിൽ അദ്ദേഹം പരിക്ക് മാറി വന്നപ്പോൾ പക്ഷേ കോച്ച് ഹോർഗെ ഹീസസ് സ്ക്വാഡിൽ ഉൾപ്പെടുത്താനും തയ്യാറായില്ല. അല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹം അവിടെ തുടർന്നേനെ, ഈ ക്ലബ്ബ് വേൾഡ് കപ്പ് കളിച്ചേനെ അൽ ഹിലാലിനായിട്ട്. ഹോർഗെ ഹീസസിൻ്റെ കടുംപിടുത്തം നെയ്മർ ജൂനിയർ സാൻഡോസിലേക്ക് പോകാനുള്ള കാരണമായി. ഹോർഗെ ഹീസസിനോ അവിടെ അങ്ങനെ വാഴാനൊന്നും പറ്റിയില്ല. നെയ്മർ പോയതിനു ശേഷം അൽ ഹിലാലിൻ്റെ പ്രകടനം എന്തുകൊണ്ടോ, കാരണം നെയ്മർ കളിക്കാത്തതുകൊണ്ടൊന്നുമല്ല, നെയ്മർ അധികം ഒന്നും അവിടെ കളിച്ചിട്ടില്ലല്ലോ, എന്തുകൊണ്ടോ അതിനുശേഷം അവരുടെ പ്രകടനം താഴേക്ക് പോവുകയും ചെയ്തു. ഹോർഗെ ഹീസസ് പുറത്തായി, പകരം സിമോൺ ഇൻസാഗി വന്നു. ഇപ്പോൾ ഇതാ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനലിലേക്ക് അവരെത്തി നിൽക്കുകയാണ്. മാഞ്ചസ്റ്റർ സിറ്റിയെയാണ് പരാജയപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ എല്ലാവരും ഓർക്കുന്നത് നെയ്മർ ജൂനിയറെ തന്നെയാണ്, പ്രത്യേകിച്ച് ബ്രസീലിയൻ കളിക്കാർ. മാൽക്കം അത് ഓർമ്മിപ്പിച്ചു. ഇന്ന് സിറ്റിക്കെതിരെ ഗോൾ അടിച്ചിട്ട് അദ്ദേഹം ആ നെയ്മർ സ്റ്റൈലിലുള്ള ആ നാവൊക്കെ പുറത്തേക്ക് ഇട്ടിട്ടുള്ള ആ ഒരു സെലിബ്രേഷൻ തന്നെ കാണിച്ചു. തൻ്റെ റോൾ മോഡലിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മാൽക്കം അത് കാണിച്ചു. നെയ്മർ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആരാധകർക്ക് ആ ഒരു ആക്ഷൻ മാത്രം കണ്ടാൽ മതി മനസ്സിലേക്ക് ഓടിയെത്താൻ. ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ ഫിക്സറൊക്കെ വന്ന ഘട്ടത്തിൽ നമുക്കറിയാമല്ലോ, കഴിഞ്ഞ ഡിസംബറിലാണത് വരുന്നത്. നെയ്മറുണ്ട്, മെസ്സിയുണ്ട്, CR7 മാത്രമില്ല എന്നതായിരുന്നു ഫുട്ബോൾ ലോകത്തിൻ്റെ ഒരു സങ്കടം. എന്നാൽ പിന്നീട് നെയ്മറുമില്ല, മെസ്സി മാത്രമായി ക്ലബ്ബ് വേൾഡ് കപ്പിന് എന്നതാണ് തെളിഞ്ഞത്. ക്രിസ്ത്യാനോക്ക് ശരിയാണ്, ക്ലബ്ബ് വേൾഡ് കപ്പ് കളിക്കാനുള്ള അവസരമൊക്കെ ഉണ്ടായിരുന്നു, പല ക്ലബ്ബുകളും അദ്ദേഹത്തിന് ഓഫറുമായിട്ട് വന്നു, പക്ഷെ വേണ്ടെന്ന് അദ്ദേഹവും വെച്ചു. അതാണ് സംഭവിച്ചത്. ഏതായാലും ഒന്ന് നിങ്ങൾ ഓർത്ത് നോക്കണം, ആ ടീമിൽ നെയ്മർ കൂടി ഉണ്ടായിരുന്നെങ്കിൽ അൽ ഹിലാൽ, പ്രത്യേകിച്ച് ഇപ്പോൾ നെയ്മർ പൂർണ്ണ ഫിറ്റാണ്, 100% ഗുഡ് ഷേപ്പിലാണ് എന്ന് ക്ലബർ സേവിയർ സർട്ടിഫൈ ചെയ്ത ഒരു ഘട്ടമാണിത്. സാൻഡോസിൻ്റെ പുതിയ കോച്ച് എന്ന് പറയണ്ട, അദ്ദേഹം ബ്രസീൽ ടീമിൽ ടിറ്റഡ് അസിസ്റ്റൻ്റ് ആയിരുന്നുകൊണ്ട് നെയ്മർ നന്നായിട്ടറിയാം. അപ്പോൾ അദ്ദേഹം അത് പറഞ്ഞൊരു ഘട്ടം കൂടിയാണിത്. അപ്പോഴാണ് ആ ചോദ്യം വരുന്നത്, പൂർണ്ണ ഫിറ്റായ ഒരു നെയ്മർ ജൂനിയർ ഈ അൽ ഹിലാൽ ടീമിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.